ശേഷം അവിടുന്ന് പെൺകുട്ടി ഇറങ്ങി ഇവിടെ വരും. അവളെ ഇറങ്ങി വരുമ്പോൾ ബാക്കിൽ കളേഴ്സ് വരും. ഓക്കെ, ഒരു ഓഫറല്ല, ഒരു 30 ഷോട്ടിന്റെ മേലേക്ക് കൊടുക്കുക. അല്ല, നമ്മളിങ്ങനെ തമാശ ഇങ്ങനെ പറയുകയാണെങ്കിലും പക്ഷെ ചേച്ചി ഭയങ്കര ഹാപ്പി പേഴ്സൺ ആണ്. എപ്പോഴും ഭയങ്കര ചില്ലാണ്. എല്ലാ കാര്യത്തിനും എന്തിനും ഒരു മടിയില്ല ആൾക്ക്. എല്ലാത്തിനും അവൻ പറയും അച്ചോളെ കുറിച്ച് പറയാൻ. എങ്ങനെയാണ് അച്ചോളെ കുറിച്ച് പറയണ്ട. അച്ചോള് പോണതിന് വിഷമണ്ട. ഇവിടെ നിക്ക്. അച്ചോളെ കുറിച്ച് പറയാം. അച്ചോള് പോണതിന് വിഷമമുണ്ടെന്നാണ്. ഏറ്റവും കൊതിച്ചിരുന്ന ഒരു കാര്യമാണ് അനിയത്തിയുടെ കല്യാണം. ഇതാ ആ മൊമെന്റ് എത്താറായി. ഇനി ഇതാ കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. ഞങ്ങളെല്ലാവരും ഹൈലി എക്സൈറ്റഡ് ആൻഡ് നമുക്ക് എന്തിനും, ചിലതിൽ അഡ്വൈസ് ആയിട്ടാണെങ്കിലും ചിലതിൽ വേറെ കമന്റ്സ് ആണെങ്കിലും അങ്ങനെ എന്തിനും ഏതിനും അങ്ങോട്ട് ഇന്ന് വരെ കൂടില്ല. നാത്തുമാരൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പാടില്ല. എന്തായാലും ഞങ്ങളുടെ കുട്ടി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കും. మనసులోనే నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా ఎన్ని నాళ్ళిలా ఏదో బూచుల సంశయం అన్ని వైపులా వెనుతరినే సంబరం అదును చూసి అడగదే നോക്ക അങ്ങനെ പ്രൊഫഷണൽ പാട്ടുകാരല്ല, പക്ഷെ പാടും. సమయమో తడబడే తలపుల తపన ఇదని తెలపక మనసులోనే నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా మనసులోనే నిలిచిపోకే మై మరపుల మధురిమా పెదవి దాటి వెలికి రాక బెదురెందుకే హృదయమా വിഷമൊക്കെ ഉണ്ട്. അതിപ്പോ നമുക്ക് അറിയില്ലായിരിക്കും, പിന്നെ ഇനിയാണ് മിസ് ചെയ്യാൻ പോവാ ചേച്ചി. അതേപോലെ എന്താ പറയാ, ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണ ഒരൊറ്റ ആക്റ്റീവായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ
ഫാമിലിക്ക് ഒരു വിടത്തില്ല ഇതിൻ്റെ ഇവിടുന്ന്. ഓ ശരി ശരി. మొదలవుతుండగా మనసులోని నిలిచిపోకే మై మరపుల మధురిమో పెదవి దాటి వెలికిరాక బెదురెందుకే హృదయమో మనసులోని నిలిచిపోకే మై మరపుల మధురిమో పెదవి దాటి వెలికిరాక బెదురెందుకే హృదయమో. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും ആപ്റ്റായ ഒരു ആളെ തന്നെയാണ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും സന്തോഷമുള്ള കാര്യം. പാവമായിട്ടാണ്, സത്യമായിട്ടും പാവമാണ് കേട്ടോ, ഞാൻ തള്ളിയതല്ല. പിന്നെ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. എന്നെ എപ്പോഴും ചെറിയ കുട്ടീനെ പോലെ ഇങ്ങനെ നോക്കും. ഞാൻ എത്ര വലിയതായാലും ഏട്ടൻ എപ്പോഴും ഞാനൊരു കുഞ്ഞു കുട്ടിയാണ്. മിക്ക സാധനം കിട്ടിയാലും ഞാനത് സ്വന്തമാക്കും, അല്ലെങ്കിൽ ഒരു മിഠായി കിട്ടിയാലും ഞാനേ കഴിക്കും. ഏട്ടന് എന്ത് കിട്ടിയാലും ഏട്ടൻ അതെനിക്ക് ഷെയർ ചെയ്യും എപ്പോഴും. അങ്ങനെ എന്താ പറയുക, അത്രയും സ്നേഹമാണ്.